ഇന്നത്തെ ചർച്ചാ വിഷയം ശരിക്കും പറഞ്ഞാല് എങ്ങനെ ഇത് ഇമ്പാക്ട് ഉണ്ടാക്കും അതാണ് നമ്മളെ മെയിൻ അതാണ്. ഓക്കെ, ആസ് എൻ എന്റർടൈനർ ഞാൻ സീരിയൽ കാണാറില്ല. ഓക്കെ, ഒന്ന് എനിക്ക് ഇമ്പാക്ടിനെ കുറിച്ച് അറിയാം. അതെ, ആ ക്യാരക്ടേഴ്സിന്റെ ഇമ്പാക്ട് പലപ്പോഴും നമ്മൾ ഫാമിലീസിൽ കേൾക്കുന്നതാണ്. അത് പൊതുവെ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന കമന്റ് ആയിക്കൊള്ളണമെന്നില്ല. കാരണം സീരിയൽ ഒരു അഡിക്ഷൻ ആയിട്ടാണ് എന്റെ ഒരു പ്രൊഫഷണൽ എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഞാൻ അനുഭവിക്കുന്നത്. അഡിക്ഷൻ ആയിട്ട് വല്ലൊരു അസുഖമായിട്ട് വന്നിട്ടുണ്ടോ? അല്ല, അത് കംപ്ലൈന്റ് ആയിട്ട് മാരിറ്റൽ ഇഷ്യൂസ് ആയിട്ട് വരാറുണ്ട്. അതായത് ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് ഉള്ള ഒരു ഫാമിലി എടുക്കുകയാണെങ്കിൽ പലപ്പോഴും ഹസ്ബൻഡ് ഇപ്പൊ ഒരു ചെറിയൊരു സാധാരണ രീതി പറയാനാണെങ്കിൽ ഒരു നിശ്ചിത സമയം വരെ പുള്ളി വീട്ടിൽ പോകത്തില്ല. പുള്ളി ഓഫീസിലിരിക്കുന്ന കൊളീഗ്സ് ചോദിച്ചു കഴിഞ്ഞാല് ഇറങ്ങുന്നില്ലേ നീ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചെന്നിട്ട് കാര്യമൊന്നുമില്ല, അവളെ ടിവിയുടെ മുമ്പിലായിരിക്കും. കാരണം അവര് ഡെയിലി ഇത് കണ്ട് ശീലിച്ചവരാണ്. അവർക്ക് ഇത് ഈ പർട്ടിക്കുലർ സമയത്ത്, കാരണം നമ്മളൊക്കെ ചെറുപ്പമായിരുന്ന സമയം ഈ മനോരമ ആഴ്ചപ്പതിപ്പ് ഈ സ്റ്റോറി വരും. അവൻ അവിടെ കാത്തു നിന്നു, അല്ലെ അവൾ അവിടെ കാത്തു നിന്നു, അല്ലെങ്കിൽ ഒന്നും പറയാതെ പോയി. അപ്പൊ സസ്പെൻസ് നിർത്തുക, അവിടെ നിൽക്കും. അപ്പൊ അടുത്ത ആഴ്ച, അടുത്ത ഏത് ദിവസമാണോ നെക്സ്റ്റ് വീക്കിൽ ഈ മാഗസിൻ വരുന്നത് അല്ലെ വീക്കിലി വരുന്നത്, ആ സമയം വരെ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക ഈ കാത്തു നിന്ന വ്യക്തിക്ക് എന്ത് പറ്റി എന്നുള്ളത്. ആ ഒരു അവസ്ഥ ഇന്നത്തെ സീരിയലിന്. അപ്പൊ നമുക്കൊരു വെയിറ്റിംഗ് ആണ്, ഒരു ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. അക്കോർഡിംഗ് ടു മീ, മെഡിക്കലി നോക്കാനാണെങ്കിൽ ഇറ്റ് ക്രിയേറ്റ്സ് ആൻസൈറ്റി ഇൻ പീപ്പിൾ. അടുത്തത്, നമുക്ക് ക്വാളിറ്റി ടൈം ഫാമിലി ആയിട്ട് കിട്ടുന്നില്ല. ഇങ്ങനെ കുറെ അധികം ടൈം കാര്യങ്ങൾ പറയാനുണ്ട് മെഡിക്കലി പറയാനാണെങ്കിൽ. അപ്പൊ അത് ഫാമിലി ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അവര് കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് തന്നെ അറിയാവുന്ന കേസുണ്ട്. ഭർത്താവ് എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റാ, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന ഈ TV നോക്കിക്കൊണ്ട് ഇങ്ങനെ കൊച്ചിന് ഊട്ടി കൊടുക്കണം. കൊച്ചിന്റെ വായിലാണോ മൂക്കിലാണോ പോയെന്ന് പോലും അറിയാത്ത പോലെയാണ് ഈ അമ്മ ഫീഡ് ചെയ്യുന്നത്. അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള സീന് അവർ കണ്ടോണ്ടിരിക്കുകയാണ്. അവർക്ക് അത്രയും അത് കണ്ടേ തീരൂ. ഇവർക്ക് ഈ കൊച്ചിനെ ശ്രദ്ധിക്കാൻ പോലും സമയമില്ല. അത് എന്നാന്ന് വെച്ചാൽ നമ്മളെ അവർ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു. അതാണ്, നമ്മളെ അവരത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു. നമ്മൾ തുടങ്ങി വെച്ചതിന്റെ ബാലൻസ് കാണാനുള്ള ഒരു ആകാംക്ഷ അതാണ്. അല്ലാതെ ഇതിപ്പോ നമ്മളൊരു വിനോദമായിട്ട് നമ്മൾ എല്ലാവർക്കും മനസ്സിനൊരു അങ്ങനെയാണെങ്കിലും ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇതിനെ കാണാവുള്ളൂ. അല്ലാതെ നമ്മൾ അഭിനയിക്കുന്നു, നമ്മളിപ്പോ ഒരാളെ ഉന്തിയിട്ട് കൊല്ലുന്നു, അല്ലെ നമ്മൾ തൂങ്ങിച്ചാകുന്നു, നമ്മൾ അങ്ങനെ ചാകുവോ? ഒരിക്കലും ചാകത്തില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ഒരുങ്ങിയാണ് ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ ഒരുങ്ങിയാണ് ഇരിക്കുന്നതെന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ്? വില കൂടി. അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, എനിക്ക് തോന്നുന്നു തൂങ്ങി അങ്ങ് ചത്തേക്കാം. അപ്പൊ ഞാൻ വേഗം പോയി മേക്കപ്പ് മാറ്റി സാരി ഒരു മുണ്ട് കൊടുത്തോണ്ട് വന്നിരിക്കുവോ? മാഡം പറഞ്ഞത് കറക്റ്റ് ആണ്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുമ്പോൾ അവര് രാവിലെ തൊട്ട് വൈകുന്നേരം ജോലി ചെയ്ത് കുട്ടികളെ നോക്കി സ്കൂളിൽ പോകുന്നു, ഭർത്താവ് ജോലിക്കും ഒക്കെ ശരി. ഈ വൈകുന്നേര സമയത്താണ് സീരിയൽ കാണുന്നത്. ഭർത്താവ് വരുന്ന എൻട്രി ആ സമയത്താണ്. ഞാൻ ചോദിക്കട്ടെ, ശരി, ഈ ഭാര്യ എന്നൊരു കാര്യം ചെയ്യാം, സീരിയലൊന്നും കാണാതെ വേറെ എന്തെങ്കിലും പുറത്തു പോകുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമോ, അല്ലെങ്കിൽ വെള്ളം അടിച്ച് വീട്ടിരിക്കുവോ? ഇതൊന്നുമല്ല ചെയ്യണം. അവരൊരു പൈസ ചെലവിൽ അതൊരു സീരിയലാണ് കാണുന്നത്. അത് ജീവിതത്തിലേക്ക് പകർത്തേണ്ട കാര്യമില്ല. അവരുടെ ടൈം പാസ് അതാണ്. സ്നേഹപൂർവ്വം ഒരു ഭർത്താവിനോട് അവർ മനസ്സിലാക്കും. പക്ഷേ മാഡം പറഞ്ഞത് എന്താണ്, ഇത് നമുക്ക് അത് നമ്മളെ ബാധിക്കുന്നു. അഡിക്ഷൻ ആവാതെ തന്നെ ഈ സാധനം കൊണ്ടുപോകാൻ പറ്റും.